ഇവിടെ നിർത്തൂല. കുഴപ്പമില്ല. ഇപ്പൊ ഇങ്ങനെ എലക്ഷൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. എല്ലാവരും കിട്ടുമോ? ഞാൻ പറഞ്ഞ മൊബൈൽസ് എല്ലാം ഒന്ന് സൈഡ് ക്യാമറ മാത്രം വെച്ചു അങ്ങനൊക്കെ നോക്കണം. കുറച്ച് ബാക്കോട്ട് ഇറങ്ങും. ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ ഇതുപോലെ എലക്ഷൻ്റെ കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ കോൺഫിഡൻ്റ് ആയിരുന്നു ഞാൻ നിൽക്കും എന്നുള്ള കാര്യത്തിനകത്ത്. ബട്ട് നമുക്ക് ഇറങ്ങേണ്ടി വരിക എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അവിടെ കൊണ്ട് കഴിഞ്ഞു. ഞാൻ എലക്റ്റഡ് ആണെന്ന് പറയുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉത്തരവാദിത്തം. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് മറക്കുക. എന്തുകൊണ്ട് പുറത്താക്കി ഇങ്ങനെ പുറത്താക്കി എന്നുള്ളത് ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കണം. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ തിരുത്തണം. അങ്ങനെ ഞാൻ മനസ്സിലാക്കി എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സ് എന്താണെന്നുള്ളത് പല അഭിപ്രായങ്ങളൊക്കെ ഞാൻ കണ്ടു. അപ്പം തിരുത്തേണ്ടത് ഞാൻ ഉറപ്പായിട്ടും തിരുത്തും. അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകും. ഒരു കമ്പൈൻ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു അവിടെ പോയിട്ട് ഇപ്പോൾ നേരത്തെ ചോദിച്ചൊരു കോംബോ ഉണ്ടാക്കിയെടുത്തിട്ടൊന്നുമില്ല. അവിടെ എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ഭയങ്കര മോശമായ സമയത്ത് എൻ്റെ കൂടെ ശക്തമായിട്ട് നിന്ന, അല്ലെങ്കിൽ എനിക്ക് ഒരു 45-ാം ദിവസം തിരിച്ചു കയറി ചെന്നിട്ട് 60-ാമത്തെ ദിവസം വരെയുള്ള ദിവസങ്ങളിൽ എനിക്ക് 2 ഡേയ്സ് മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ട് ഡോക്ടർ റെസ്റ്റ് തന്നു. ബാക്കിയുള്ള എല്ലാ ദിവസവും 2 ദിവസം വെച്ച് ബാക്കി എല്ലാ ദിവസം എനിക്ക് റെസ്റ്റ് ആണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. 2 ദിവസം മാത്രമേ എനിക്ക് ആക്ച്വലി വെർബലി പോലും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു ദിവസം അതിൽ കണ്ടു എനിക്കറിയില്ല. എനിക്കൊരു പെർ ഡേയിൽ 12ഓളം മെഡിസിൻസ് ഒക്കെ എനിക്ക് കഴിക്കേണ്ട സിറ്റുവേഷൻ എനിക്കൊരു 10 ദിവസത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ 12 മെഡിസിൻ വരെ കഴിക്കേണ്ട സന്ദർഭത്തിൽ എൻ്റെ കൂടെ ഇങ്ങനെ കൈത്താങ്ങായിട്ട് നിന്നിരുന്ന ആൾക്കാരാണ് നന്ദനയും സായിയും അർജുനും അവരൊക്കെ. അപ്പം എന്നെ സംബന്ധിച്ചോളം അങ്ങനെ എൻ്റെ ഒരു മോശം സമയത്ത് എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അതൊരു കോംബോ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് പുറത്ത് ക്രിയേറ്റ് ആയി പെട്ടതിനോട് എനിക്കൊന്നും പറയാനില്ല. മേ ബി അത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വന്നേക്കാം. പക്ഷേ ഞാനത് കോംബോ ആയിട്ട് ഉണ്ടാക്കി എടുത്തതൊന്നുമല്ല. അതെനിക്ക് മനസ്സിന് പോലെ സൗഹൃദങ്ങളും ഇഷ്ടങ്ങളുമാണ്. അത് ജീവിതകാലത്ത് എപ്പോഴും അങ്ങനെ ഉണ്ടാവും. അതിന് മാറ്റം ഉണ്ടാവില്ല. ജാസ്മിന്റെ ഒരു എന്താ പറയാ ഒരു ഫേവറബിൾ ആയിട്ട് ഗെയിം പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്. ജാസ്മിൻ ഒരു കപ്പ് എന്ന രീതിയിൽ ഗെയിമാണ് അങ്ങനെ. ജാസ്മിൻ ഒരു കപ്പ് എന്നുള്ള രീതിയിലൊന്നുമല്ല. അവിടെ ഇപ്പം എന്താ പറയണ്ടേ, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും എല്ലാവർക്കും തന്നെ. മാറ്റങ്ങൾ സ്ഥിരം എപ്പോഴും ഗെയിംസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും കാര്യത്തിൽ ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ വ്യൂ പോയിന്റിൽ ഞാൻ കപ്പടിക്കുമെന്ന് പല സമയങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് പ്രേക്ഷകരുടെ വോട്ട് ഏതൊരു സമയത്ത് കുറഞ്ഞു പോയതുകൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നു. അത് ഒരാൾക്ക് ഫേവറബിളായിട്ട് ഒരു സീസൺ മുന്നോട്ട് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാവർക്കും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അതുപോലെ ജാസ്മിനും ഡൗണും ഉണ്ടായിട്ടുണ്ട്, അപ്പും ഉണ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ശ്രീധുവിന്റെ കാര്യം പറഞ്ഞാൽ ഏഷ്യാനെറ്റ് സീരിയലിന്റെ ഒരു ഭാഗമായിട്ടുള്ള വ്യക്തിയല്ല ശ്രീധു. ഇതിനേക്കാളും മോശമായിട്ട് ഗെയിം കളിച്ചിട്ടും അങ്ങനെ മോശം ഗെയിം നല്ല ഗെയിം എന്നുള്ളതില്ല. കാരണം ഓരോ ആൾക്കാരുടെ വ്യൂ പോയിന്റ് ആണ് ഗെയിം എന്ന് പറയുന്നത്. ഇപ്പം ചില ആൾക്കാരെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരുപാട് ഇപ്പൊ നമ്മൾ 5 സീസൺസ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു കണ്ട്. ഇപ്പോൾ 6ാമത്തെ സീസൺ റണ്ണിംഗ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ചില ആൾക്കാരുടെ വ്യൂ പോയിന്റിൽ ഒരുപാട് ദേഷ്യപ്പെടുന്ന ആൾക്കാർ ഇഷ്ടമായിരിക്കാം, വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇഷ്ടമായിരിക്കാം. പല ഇഷ്ടങ്ങൾ പല രീതിയിലാണ്. നമുക്ക് ഒരിക്കലും ഒരു പ്രേക്ഷകന്റെ ഇഷ്ടത്തെ നമുക്ക് വിലയിരുത്താനോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചെയ്യാനോ പറ്റില്ല.
അതുകൊണ്ട് ഇപ്പോൾ ശ്രീധുവിന്റെ ഗെയിം അങ്ങനെ അല്ലെങ്കിൽ സിജോയുടെ ഗെയിം ഇങ്ങനെ അങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന നിങ്ങൾ എല്ലാവർക്കും തന്നെ ഒരിക്കലും സിജോനെയോ അല്ലെങ്കിൽ ജാസ്മിനെയോ ജിൻഡോനെയോ അർജുനെയോ ഋഷിനെയോ അഭിഷേകിനെയോ ശ്രീധുവിന് അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളായിരിക്കും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഉത്തരങ്ങളും കാണും. അപ്പോൾ ഓരോരുത്തരുടെ വ്യൂ പോയിന്റ് വ്യത്യസ്തമാണ്. ആ വ്യൂ പോയിന്റ് വ്യത്യസ്തമാകുമ്പോഴത്തേക്കും ഒരാളുടെ ഗെയിം മോശം ഒരാളുടെ ഗെയിം നല്ലതെന്ന് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അയാൾ റീഎൻട്രി പുള്ളി അവിടെ കയറും. ഞാൻ റീഎൻട്രി എനിക്ക് കയറാൻ പറ്റും. എനിക്ക് കുഴപ്പമില്ല. അതിനകത്ത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയണ്ടേ എൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യമല്ല. അവിടെ ഇപ്പോൾ ഇന്നാൾ വരരുത്, ഇന്നാൾ വരാൻ പാടില്ല, ഇന്നാൾ വരണം എന്ന് എനിക്ക് ഒരിക്കലും ആഗ്രഹിക്കാനോ ഒന്നുമില്ല. അയാൾ വന്നെങ്കിൽ അയാൾ വരട്ടെ, ഞാൻ പോകും. എന്നാലും ഞാനിത് ഈ ആഴ്ച റീഎൻട്രി ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും എനിക്ക് തോന്നുന്നു ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ ഡേറ്റ് പറയാനാണ് പറഞ്ഞേക്കുന്നത്. ആ ദിവസം ഞാൻ പോകും. ഫിനാലെ ഞാൻ പങ്കെടുക്കും. വിന്നറായിട്ടുള്ള ആൾക്ക് വേണ്ടി കൈയടിക്കും. എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് നമ്മളെല്ലാവരും കൂടെ സന്തോഷത്തോടെ തിരിച്ചു വരികയും ചെയ്യും. അങ്ങനെ സേഫ് ഗെയിം ഒന്നല്ല ബ്രോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഓരോരുത്തരുടെ ഗെയിം വ്യത്യസ്തമായിരിക്കും. ഓരോ ആൾക്കാർ ഗെയിം കളിക്കുന്ന രീതി അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമായിരിക്കും അവരെങ്ങനെ ഗെയിം കളിക്കുന്നു എന്നുള്ളത്. അതിപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഞാൻ സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോഴത്തേക്കും ഞാൻ സംസാരിച്ച കുറച്ച് കാര്യങ്ങളൊന്നും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മേ ബി അതിപ്പോൾ 1 മണിക്കൂറത്തെ എപ്പിസോഡാണ് ഒരു ദിവസം ഉള്ളത്. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അത് ഭാഗ്യമാണ്, നമ്മുടെ ലക്കാണ്. അത് ഡിപ്പെൻസ് ആണ്. നമുക്ക് ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴും വരണമെന്നില്ല. ചിലത് വരാം, ചിലത് വരാതിരിക്കാം. അതൊരിക്കലും ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അതങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ഓരോ ആൾക്കാരും ഗെയിം കളിക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ പുറത്തു വന്ന ആളാണ്. ഞാൻ അവിടുത്തെ 7ാമനായിട്ട് പുറത്തു വന്ന ആളാണ്. അതിനർത്ഥം എന്നെക്കാൾ മുന്നേ പോയ 18ഓളം ആൾക്കാർ എന്നെക്കാൾ മോശക്കാരാണെന്നല്ല, എന്നെക്കാൾ മിടുക്കന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ആ കൂട്ടത്തിൽ ഉണ്ടാവും. അപ്പോൾ പുറത്ത് വന്നതിന്റെ അടിസ്ഥാനത്തിൽ, അകത്ത് നിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ നല്ലതും അല്ലെങ്കിൽ സേഫ് ഗെയിം അല്ലെങ്കിൽ സൂപ്പർ ഗെയിം എന്ന് പറഞ്ഞ് തരഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങളോട് ചോദിക്കാം, അവിടുത്തെ ഏറ്റവും സൂപ്പർ ഗെയിമർ ആരാണ് പറയാൻ പറ്റുമോ? ഒറ്റ ഉത്തരം മാത്രം എല്ലാവർക്കും പറയാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞേ, അടുത്ത സൂപ്പർ ഗെയിമർ ആരാ? പറ, നിങ്ങൾ പറ. വേറെ ആരാ ഉണ്ട്? ജിൻഡോ അല്ലാണ്ട് വേറെ ആരാ ഉള്ളേ? എന്തോ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ഗെയിമൊന്നും അതിന്റെ പൊളിറ്റിക്കൽ ഗെയിമർ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തോ വിളിച്ചാലും ഹാപ്പി. എന്തായാലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരാൾ വിന്നറാവട്ടെ. എല്ലാവരും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. എല്ലാവർക്കും വിജയ ആശംസകൾ പറയുകയാണ്. നമുക്ക് നോക്കാം ആരും ഇഷ്ടാവുന്നുള്ളത്. സിജോന്റെ അഭിപ്രായത്തിൽ ആരാണ് കപ്പടിക്കാൻ? അങ്ങനെ എനിക്ക് അഭിപ്രായമില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം കപ്പടിക്കേണ്ട സിജോയായിരുന്നു. സിജോ പുറത്തുണ്ട്. അപ്പം ബാക്കി ഇനിയിപ്പോൾ ഞാനെങ്ങനെയാണ് വേറെ ആൾ കപ്പടിക്കുന്നതായിട്ടും പറയാം. അങ്ങനെ എനിക്ക് എന്താ പറയണ്ടേ, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളല്ലേ കപ്പടിക്കുക. അപ്പം നമുക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാം. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ കപ്പടിക്കാം. സിജോന്റെ വോട്ട് ആർക്കായിരിക്കും? ഞാൻ വോട്ട് ചെയ്യുന്നില്ല. അതെങ്ങനെ ഞാൻ പറയും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ മോൾസ് അതിൻ്റെ ആളല്ല, ഏഷ്യാനെറ്റിൻ്റെ ആളല്ല, ഞാൻ മത്സരാർത്ഥിയാണ്. അപ്പം എനിക്ക് പറയാൻ പറ്റില്ല ആര് വിന്നറാവുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഇന്നയാളെ വിന്നറാക്കാം എന്ന രീതിയിലായിരിക്കും ഒരിക്കലും സംഭവിക്കും. എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്തുകൊണ്ട് എനിക്കായി കമ്പാരിറ്റീവ്ലി വോട്ടിൽ ഞാൻ 7ാം സ്ഥാനക്കാരനായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും ഞാൻ എനിക്കായത്. അപ്പം എൻ്റെ വ്യൂ പോയിന്റ് ഞാൻ മോശക്കാരനാണെന്നല്ല. എൻ്റെ കൂടെ ഉണ്ടാകുന്ന ബാക്കിയുള്ള 6 ആൾക്കാർക്ക് എന്നെക്കാൾ കൂടുതൽ വോട്ട് കിട്ടി. അതുകൊണ്ട് എനിക്ക് പുറത്ത് പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്നെക്കാൾ കുറച്ചുകൂടെ മിടുക്ക് അവർക്ക് കൂടുതൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് അവർക്ക് കൂടുതൽ വോട്ട് കിട്ടി. അവരവിടെ നിൽക്കുന്നു. ഞാൻ പുറത്തു പോകുന്നത് മാത്രമേ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. തീരുമാനമാണ് പറയുന്നത് അതിൻ്റെ അകത്തുള്ള ഇല്ല, അത് അഖിൽമാരാണ് പറഞ്ഞതല്ല. അത് എന്നോട് ചോദിച്ചു. ഞാൻ ഒന്നും ഒതുക്കിട്ട് നോക്കാം. ശശി പോവാ. എനിക്കൊരാളെ കാണാനുണ്ട്. അയ്യോ ഞാനൊരാളെ കണ്ടോട്ടെ. ഒരാളെ കാണാനുണ്ട്. ഒരു കടം തീർക്കാനുണ്ട്. ഞങ്ങൾ ഏറ്റവും പീസ്ഫുൾ ഗെയിമർ ആയിട്ടുള്ള ഞങ്ങളുടെ നിഷാന. അല്ല, ഞാൻ പറഞ്ഞത് പപ്പ പറഞ്ഞത് ആരും കാണിക്കല്ലെന്നാണ്. ഒളിപ്പിച്ചു വെക്കാനാണ് പപ്പ പറഞ്ഞിരിക്കുന്നത്. പറയണം. അല്ല, സർപ്രൈസ്
ഇതാണ് നമ്മുടെ സിജോ ചേട്ടന്റെ ഭാവി വധു. ലീക്കായി എന്റെ സർപ്രൈസ് ലീക്കായി. എന്റെ പേര് ലിനു. ഓക്കെ ഞാൻ ശൈലശ്രീ. അതെ. അയ്യോ എക്സ്ക്ലൂസീവ്. എന്തോ എന്താ പറയണ്ടേ? പറയാം. പറയണോ? പപ്പ എന്നെ കൊല്ലും. ഇത് ആരും കിട്ടിയില്ലെന്ന് പറഞ്ഞ ഭാഗമായിരുന്നു. പറയാം. ഇത് പേര് ലിനു എന്നാണ്. ഞങ്ങൾ വളരെ രഹസ്യമായി മുന്നോട്ട് വെച്ച് ആരെ അറിയിക്കാണ്ട് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ എല്ലാരെങ്കിലും പറഞ്ഞ് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പൊ എന്തായാലും ഇവിടെ സീക്രം ഇവിടെ നമുക്കെല്ലാം അങ്ങനെ മറക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ. അപ്പൊ പേര് ലീനു. ഷൂ ചടിയായി. സുജോ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. എല്ലാവരും കാണാൻ ഒരുപാട് ഹാപ്പി. ഇത്ര ആൾക്കാരെ വിളിച്ച് തന്നെ വലിയ കാര്യമല്ല. ഞാൻ പോയ സമയത്ത് ഞാൻ എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ഇവിടെ തിരിച്ചേക്കുന്ന എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇതൊരു ഗെയിം അല്ലേ? പേരെന്തായിരുന്നു? ഈ റോക്കിന്റെ ഒരു അസോൾട്ട് ഉണ്ടായിരുന്നല്ലോ, അതിനെതിരെ എന്തെങ്കിലും കേസ് കൊടുക്കാനായിട്ട് ഇപ്പൊ ഇവിടെ ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് ഒരുപാട് നന്നായിട്ട് ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ, എൻഡമോഷൻ ആയിക്കോട്ടെ, അത് ഏറ്റവും ബെസ്റ്റായിട്ടാണ് എനിക്ക് ട്രീറ്റ് ചെയ്യുന്നത്. ഹോസ്പിറ്റലായിക്കോട്ടെ, ആഫ്റ്ററിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ഓരോ ദിവസങ്ങളും അത്രയും ബെസ്റ്റായിട്ടാണ് എന്നെ അവിടെ നോക്കിയത്. അതിനുശേഷം രണ്ടാമത്തെ മൂന്നാമത്തെ വീക്കിൽ ഈ വിഷു എപ്പിസോഡിൽ കയറണമെന്നുണ്ടായിരുന്നു. ഞാൻ വിഷു എപ്പിസോഡിൽ കയറണമെന്ന് ഞാൻ പറയുന്ന സമയത്തും എൻ്റെ പേര് പറഞ്ഞു, ഇപ്പോൾ ഫിസിക്കലി ഇപ്പോൾ ഓക്കെ അല്ല, റെസ്റ്റ് എടുക്കണം. അങ്ങനെ എൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് എല്ലാ വീക്കും കൊണ്ടുപോകും, ചെക്കപ്പ് നടത്തും. അങ്ങനെ ഞാൻ ഫിസിക്കലി ഓക്കെ ആയി. വായിലെൻ്റെ 4 പൂവും 12 ബാൻഡേജൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് അഴിച്ചതിന് ശേഷമാണ് ഞാൻ കയറുന്നത്. അപ്പോൾ അവരെ അത്രയും മനോഹരമായിട്ടാണ് എന്നെ നോക്കിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഈ യാത്രയിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കാരണം ആ ഒരു രണ്ടാമത് റീ എൻട്രി എന്ന് പറയുന്നത് തന്നെ എനിക്ക് വിദൂരമായിരുന്നു ഒരുപാട്. പിന്നെ ഞാൻ അവിടെ അത്രയും ദിവസം ഞാൻ ചെന്നൈയിൽ തന്നെ അവിടെ നിൽക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ദിവസം തള്ളി നീക്കുമെന്ന് പറയാൻ എന്നെ സംബന്ധിച്ച് ഒരുപാട് പ്രയാസകരമായിട്ടുള്ള കാര്യമായിരുന്നു. ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരാഴ്ച അതും എനിക്ക് ഭീകരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഹോസ്പിറ്റലിൽ അവിടെ ടി വി ഇല്ല, പത്രമില്ല, അങ്ങനെ ഒന്നും ഒരു കോണ്ടാക്റ്റും ഇല്ല. അങ്ങനെ നിൽക്കുമെന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഒരു 25 ദിവസത്തോളം ഞാൻ അവിടെ ഇങ്ങനെ ഒരു അണ്ടറിൽ താമസിച്ചിട്ട് തിരിച്ച് വരിക എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ നിങ്ങൾ എൻ്റെ തീപ്പൊരി പറ്റി ചോദിച്ചു, ഞാൻ പറയാം. അതല്ല, ഇപ്പൊ ഞങ്ങളിപ്പോ ഓൾറെഡി ബൈറ്റ് എടുത്തിട്ടില്ല. സംബന്ധിച്ചാൽ ഒരുപാട് ചർച്ചകൾ നടക്കും. സിജോ ഭയങ്കര ചർച്ച നടക്കുന്നത്. കാരണം സിജോ ഇപ്പൊ ഔട്ട് ആവേണ്ട ആളല്ല. സിജോ ഫൈനൽ 5 വരേണ്ട ആളാണ്. കപ്പടിക്കാൻ പോലും ചാൻസ് ഉള്ള ആളാണെന്ന് പുറത്തുള്ള വിഷയമാണ്. ഇപ്പൊ ഈ എവിക്ഷൻ അൺഫെയർ ആയിട്ട് സിജോക്ക് തോന്നുന്നുണ്ടോ? അല്ല, അൺഫെയർ എന്നല്ല. ഞാൻ ആയിക്കോട്ടെ, നന്ദൂട്ടൻ ആയിക്കോട്ടെ, നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം എന്താണ്? അവിടെ 100 days നിൽക്കുക, കപ്പടിക്കുക എന്നുള്ള എല്ലാവരുടെ ആഗ്രഹം. പക്ഷെ നമ്മൾ പറഞ്ഞല്ലോ, അൾട്ടിമേറ്റ്ലി നമുക്ക് കിട്ടുന്ന വോട്ട്, നമ്മുടെ പെർഫോമൻസ്, പിന്നെ നമ്മുടെ ഭാഗ്യങ്ങൾ ഒരുപാട് നമ്മുടെ തുണക്കണം. കാരണം ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ആൾക്കാർ എപ്പിസോഡ് ആയിരിക്കാം. ലൈവ് കമ്പാരിറ്റീവ്ലി കൗണ്ട് നിങ്ങൾക്കറിയാം എന്നേക്കാൾ കൂടുതലായിട്ട്.
അപ്പം നമ്മൾ ഇപ്പം ഒരേ സമയത്ത് ലൈവിലാണെങ്കിൽ തന്നെ ഞാൻ ഇവിടെ 10-15 രൂപ സമയത്ത് ഞാൻ സംസാരിക്കുന്നു ആയി സംസാരിക്കുന്നു ഞങ്ങൾ പലതരം സംസാരിക്കും അതിൻ്റെ എല്ലാ ഇല്ല അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൂ അല്ലെങ്കിൽ ആ സമയത്ത് വരേണ്ട എല്ലാം പുറത്ത് തന്നെ അപ്പോൾ നമുക്ക് ലക്കാർക്കൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആഗ്രഹിക്കാം പ്രേക്ഷകർ വോട്ട് ചെയ്ത് നമ്മളെ എത്തിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ആ രീതിയിൽ എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് കാണുമ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു ഇവനോടി അവൻ സംസ്ഥാന സെക്രട്ടറി എന്നിട്ട് കുറെ ചോദ്യങ്ങൾ സീസൺ അങ്ങനെ ഞാൻ നോക്കിക്കാണുന്നതിന് കാരണം ഞാൻ അതൊക്കെ മത്സരിച്ചൊരു വ്യക്തിയാണ്. അപ്പം ഒരാളെ ഫേവർ ചെയ്ത് കാരണം ലാലേട്ടൻ തന്നെ എത്രയും വീക്കെൻഡിൽ അവരെ ചോദ്യം ചെയ്തിട്ടുണ്ട്, പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരാളെ ഫേവർ ചെയ്ത് മാത്രം ഒരു ഷോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടില്ല പുറത്തുനിന്ന് തീർച്ചയായിട്ടും. അപ്പോൾ അതൊക്കെ നിൽക്കുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചോളം ഞാൻ അങ്ങനെ ഒരാളെ ഫേവർ ചെയ്തതായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങളല്ല പുറത്തുനിന്ന് കണ്ട ആൾക്കാർ, നിങ്ങളാണ് അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആൾ. ഞാൻ അകത്ത് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇന്നയാളെ ഫേവർ ചെയ്തു അങ്ങനെ അത് കപ്പടിക്കാൻ ചാൻസ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന കപ്പടിക്കും. അത് ഞങ്ങൾക്ക് അറിയാം. അത് അങ്ങനെയല്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇപ്പൊ എനിക്കിപ്പോ ഒരിക്കലും ഇന്ന ആള് കപ്പടിക്കും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നേരത്തെ ബ്രോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പുറത്ത് പോകില്ലെന്നല്ല വിചാരിച്ചിരുന്നത്. അഫ്കോഴ്സ് ഞാൻ പുറത്ത് പോകില്ലെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇപ്പൊ ഞാനിപ്പോ പറയുകയാണ് ഇന്നയാള് കപ്പടിക്കും എന്ന് പറഞ്ഞ അർത്ഥമില്ല. കാരണം ഓൾറെഡി എന്റെ പ്രഡിക്ഷൻ ഒരു തവണ തെറ്റിപ്പോയ ആളാണ്. അപ്പോൾ ഞാനിപ്പോ വീണ്ടും ഒന്നുകൂടെ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ എന്തിനാണ് അങ്ങനെ മുതിരുന്നത്? കാരണം അത് മാത്രമല്ല, ഞാൻ 6 പേരകത്തുള്ള ഈ ലാസ്റ്റ് ടൈമിൽ ഞാൻ വന്നിട്ട് ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പം നേരത്തെ പുറവ് പറഞ്ഞ പോലെ സിദ്ധുവിന് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ പുറത്തുണ്ടെങ്കിൽ അതപ്പം ഒരു വലിയ വേറൊരു രീതിയിലേക്ക് ഒരു ആംഗിളിലേക്ക് നമ്മൾ ഒരു ആംഗിളിലേക്ക് മാത്രം ചുരുക്കുന്ന പോലെ ആയിരിക്കും. ഇപ്പം 6 പേർക്കും എന്തായാലും എന്നെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പുറത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് അവരവസരമുള്ളത്. അവരിഷ്ടപ്പെടുന്ന ആൾക്കാർ ഉറപ്പായിട്ട് വോട്ട് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് 100 ദിവസത്തെ ഗെയിം കണ്ടില്ലേ? അപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ അവിടെ ആരാണോ ഗെയിം കളിച്ചിട്ടുള്ളത് അവർക്കാണ് വോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതനുസരിച്ച് വിന്നർ ഉണ്ടാവും. അപ്പോൾ അതിനാണ് മാറ്റി കൂടുന്നത് എപ്പോഴും. അല്ല, ഇപ്പൊ സിജോ ആണ് ഞങ്ങളുടെ അഭിപ്രായത്തിലും പ്രേക്ഷകരുടെ അഭിപ്രായത്തിലും ഏറ്റവും കൂടുതൽ നല്ലോണം കളിച്ച സിജോ ആണ്. കളിച്ചതിൽ ഒരാൾ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരാൾ സിജോ ആണ്. എന്തുകൊണ്ട് ഔട്ടായി എന്നാണ് ആൾക്കാർക്ക് അറിയേണ്ടത്? അത് എന്തുകൊണ്ടാണ്? അതറിയാണ് ഞാൻ പുറത്തു വന്നിരിക്കുന്നത്. അത് ഞാൻ അന്വേഷിപ്പിക്കും കണ്ടെത്തുന്നതാണല്ലോ. അപ്പം ഞാൻ ഇനി അന്വേഷിച്ചിട്ടുള്ളത് കണ്ടെത്താനായിട്ട് ഞാൻ ആക്ച്വലി ഫോൺ കിട്ടിയത് ഇന്നലെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അന്വേഷിച്ചിട്ടല്ല അത് കണ്ടെത്തുന്നുണ്ട്. എന്തുകൊണ്ട് ഞാൻ പുറത്ത് വന്നു എന്നുള്ളത് ഞാൻ ലാലേട്ടൻ്റെ എപ്പിസോഡിലും പറഞ്ഞിരുന്നു. ഞാൻ അവിടെ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഞാൻ ഹാപ്പി ആയിരിക്കും. ഞാൻ ചെയ്യുമ്പോൾ എനിക്കറിയില്ല എന്തൊക്കെയാണ് ആൾക്കാർ കാണുന്നത്, എന്തൊക്കെ ആൾക്കാർ കാണുന്നില്ല എന്ന് എനിക്കറിയില്ല. ഞാൻ പുറത്ത് വരുമ്പോൾ എനിക്ക് ഇനിയാണ് പരിശോധിക്കേണ്ടത്, എന്ത് കണ്ടു എന്ത് കണ്ടില്ല, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്താണ്, അതെല്ലാം ഞാൻ ഇനിയാണത്. പിന്നെ ഒരു കാര്യം പറയാം, ഇപ്പൊ എൻ്റെ നന്ദൂട്ടൻ സായി അവർ ഞാൻ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെൻ്റെ ഒരു ബ്രദറാണ്, എൻ്റെ സിസ്റ്ററാണ്. അതിലേക്ക് ബിഗ് ബോസിൽ പോയിട്ടൊരു കോംബോ ഉണ്ടാക്കി വോട്ട് അങ്ങനൊന്നും അല്ല എൻ്റെ അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഏറ്റവും മോശം സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, അർജുൻ, ശരണ്യ, സായി, നന്ദന എന്നുള്ള 4 പേരുടെ പേരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരുപാട് മോശം കണ്ടീഷൻ. ഇപ്പോൾ ഹോട്ടൽ ടാസ്കിനിടയിൽ എനിക്ക് അവിടുന്ന് എനിക്ക് ഡോക്ടേഴ്സ് പറഞ്ഞത് എനിക്ക് ഹോട്ടൽ ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റില്ല, മാറി നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഗെയിം കളിക്കണം. അന്ന് എനിക്ക് 1.5 മണിക്കൂർ ഉൾപ്പെട്ട് കിടത്തിയിട്ടുണ്ടായിരുന്നു. അന്നോടാണ് എനിക്ക് 12 മെഡിസിൻസ് ആണ് യൂസ് ഉണ്ടായിരുന്നത്, ടാബ്ലറ്റ്സ് ആണ് യൂസ് ഉണ്ടായിരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചോളം
ആ ഒരു മോശം സമയത്ത് എൻ്റെ കൂടെ നിന്ന ആൾക്കാരാണ് അവരൊരിക്കലും ഗെയിമേഴ്സ് ഒന്നും അല്ല. ഇപ്പോൾ ഈ നിൽക്കുന്ന നന്ദൂട്ടറാണ് എന്നെ എല്ലാ ദിവസവും വന്നിട്ട് ചേട്ടാ ഈ മെഡിസിൻ കഴിക്കുകയും ഈ വെള്ളം കുടിക്കുകയും. അപ്പോൾ അത് ഗെയിം അല്ലല്ലോ, അതൊരു നമുക്കൊരു ലൈഫിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് ആൾക്കാരാണ്. അവരെ നമുക്ക് ഗെയിമേഴ്സ് ആയിട്ട് കണ്ട് അല്ലെങ്കിൽ ഓപ്പണൻസ് ആയിട്ട് കണ്ട് മത്സരിക്കാൻ പറ്റില്ല. അത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചവർക്ക് നല്ലതാണ്. അല്ലെങ്കിൽ അവരുടെ വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സായിബ് മലപ്പുറത്തൊന്നും അവർ കൊച്ചിയിലേക്ക് കൂടെ വരുന്നുണ്ടെങ്കിൽ ആ ആത്മബന്ധം ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർക്ക് കൂടെ വരേണ്ട ആവശ്യമില്ല. എത്ര ആൾക്കാർ കൊച്ചിയിലുണ്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവിടെ നടക്കുന്നൊരു ബന്ധമാണ്, അവിടെ ഉണ്ടാകുന്നൊരു ബന്ധമാണ്. ഉണ്ടാക്കപ്പെട്ടതല്ല, അത് ഉണ്ടായി വന്നതാണ്. അതിനുള്ള വാല്യൂ എപ്പോഴും എനിക്ക് ഭയങ്കര ഹൈ ആയി. ഈ അർജുന്റെ കരച്ചിൽ നാടകമാണെന്നുള്ള ട്രോളുകൾ ഞാൻ ഇട്ടേക്കുന്ന മാല അർജുൻ്റെയാണ്. അർജുൻ്റെ മാലയാണ് ഇട്ടേക്കുന്നത്. എനിക്ക് അകത്തെ പുറത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ അവിടെ എപ്പിസോഡ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടെ ഏറ്റവും ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന, അതായത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന 4 ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഒരു 5ാമത്തെ ആളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ. ആ ആൾക്കാരുടെ കൂട്ടത്തിൽ അർജുനുണ്ട്. അപ്പോൾ ഒരാൾ കരയുമ്പോഴത്തേക്കും അയാളുടെ കള്ളക്കരച്ചിലാണ്, മറ്റാണ്, മറിച്ചാണ് പറയുന്നതുകൊണ്ട് എനിക്ക് പേഴ്സണലി കിട്ടും. അത് ഞാനെന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെ ഒരിക്കലും പറയില്ല. പിന്നെ ഞാൻ അർജുൻ എങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് അറിയാം അവളെ വെച്ചിട്ട്. അത് പുറത്ത് വന്നിട്ട് ഇത് പ്രൂവ് ചെയ്യുക, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ ഒരു സൗഹൃദത്തെ അല്ലെങ്കിൽ ഒരു ബന്ധത്തെ എന്തിനാ പ്രൂവ് ചെയ്യാൻ നിൽക്കുന്നത്? നമുക്ക് കാണാം. അച്ചു എന്ന് അച്ചു 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 അടിയെ കുറച്ചൊക്കെ എന്തോ തലയിൽ ആരോ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പേര് ലിനു എന്നാണ്, കോട്ടയമാണ് സ്വദേശി. ഞങ്ങള് ഇത് ഒഫീഷ്യലി ഇവിടെ വെച്ച് ഞങ്ങൾ അനൗൺസ് ചെയ്യണമെന്ന് വിചാരിച്ച കാര്യമൊന്നും അല്ല. മെയിൻലി ഇവളുടെ പപ്പ എന്നെ ഒത്തിരി വഴക്ക് പറയും. കാരണം ഞങ്ങളങ്ങനെ ഒഫീഷ്യലി പുറത്ത് വിട്ടിട്ടില്ല ഈ കാര്യങ്ങളൊന്നും തന്നെ. എനിക്കറിയാം സോഷ്യൽ മീഡിയ ആണ്. ഞാൻ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഇത് അതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുകയാണ്. കാരണം നിങ്ങളാണ് ഇവിടെ എല്ലാം. കാരണം മീഡിയ എന്ന് പറയുന്നത് ഇതിൻ്റെ വലിയൊരു ഭാഗമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കേണ്ടത് നിങ്ങളെയാണ്. ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. ഞങ്ങളുടെ കല്യാണം ഒരു സെപ്റ്റംബർ മുന്നേ, ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോൾ കല്യാണം ഉണ്ടാവും. 19 ലവ് മാരേജ് ആണോ? എന്തോ ലവ് മാരേജ് ആണോ? ലവ് കണ്ടിട്ട് എന്താ തോന്നുന്നത്? അതൊക്കെ പറയാം. അതിന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പറയാം. അമ്മയ്ക്കറിയാം. ഓക്കെ, നമുക്ക് ബാക്കിയപ്പോ ഓക്കെ അല്ലേ? ഓക്കെ ഒരു മിനിറ്റ്. ഫോളോ ചെയ്യുന്നു. അല്ല, നിങ്ങൾ പറയല്ലേ? ഒരു നമ്മുടെ ആർമിയിലെ ഭയങ്കര കരച്ചിലായിരുന്നു. ഭക്ഷണം പോലും കഴിച്ചില്ല. കഴിക്കാതെ എങ്ങനെ ഇല്ല, ഞാൻ ഹാപ്പിയാണ്. ഞാൻ ടോട്ടലി ഹാപ്പിയാണ്. പിന്നെ ഓഗസ്റ്റ് ഇനി എനിക്കൊന്നുകൂടെ പോകണം. ചെറിയ പരിപാടീസൊക്കെ ബാക്കിയുണ്ട്. അതല്ല, അതിൻ്റെ സർജറി ഉണ്ട്. ഓക്കെ.
ബാക്കി പിന്നെ അങ്ങോട്ട് എന്റെ പെട്ടി സായി ഒന്ന് വരാൻ തുടങ്ങി നേരെ അങ്ങോട്ട് വരാം നിങ്ങൾ വണ്ടി ആരാ വണ്ടി അനീഷ അനീഷ് ബ്രോ അതെ ചൈന കാണാലോ വിൻചേട്ടനുണ്ട് നമുക്ക് വണ്ടി എടുത്ത് പറയാം ഫോൺ എല്ലാം ക്യാമറ ഇതിനെ ഫുള്ളാണ് മെമ്മറി ഫുള്ളാണ് നിന്റെ ഫോണോ ആരാധിക്കാണോ 2 ദിവസമായിട്ട് ഭയങ്കര കരച്ചിലാ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മെസ്സേജ് ഞാനൊന്നും കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫുഡ് വാങ്ങി ഞാൻ 2 ദിവസം നല്ല ഫുഡായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ ഫുഡ് കഴിക്കുന്നതാണ്. ഞാൻ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ന്യൂഡിൽസ് എല്ലാം കഴിക്കുന്നുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല, അങ്ങനെ സമയം എടുക്കും, ഞാൻ കഴിക്കും. വീട് കുട്ടിയുടെ ഭയങ്കര ആരാധിക. ഓക്കെ ആ ഓക്കെ ഓക്കെ അല്ലേ? നമ്മളിപ്പോൾ ലാസ്റ്റ് സമയമല്ലേ, ഒരാളെ പറയുന്നത് ശരിയായിട്ടുള്ളൊരു മൊമെന്റ് അല്ലേ? കാരണം ഫിനാലെ വോട്ടിംഗ് നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളുകൾ 6 പേര് നല്ല കഴിവുള്ള ആൾക്കാരല്ലേ? അപ്പോൾ അത് മുന്നോട്ട് പോട്ടെ. നമുക്കിപ്പോൾ ഈ സമയത്ത് പേര് പറയുന്നത് അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. നെഗറ്റീവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഉറപ്പായിട്ടും. അപ്പോൾ ഇതിനെങ്ങനെ ഫീൽ ചെയ്യും? പ്രശ്നമല്ലേ അത്? എവിടുന്നാ നിന്നെ പൊക്കിയെടുത്തത്? ആണല്ലേ? ഓ ഞങ്ങൾക്ക് ആ പാട്ട് അതാ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു. അനിയത്തി പ്രാവിന്റെ ആ പാട്ടൊന്ന് പാടാ. അത് ക്രിഞ്ചാണെങ്കിലും എന്താണെങ്കിലും നമ്മളെ സംബന്ധിച്ചോളം ഞങ്ങളെ സംബന്ധിച്ചോളം പക്ക വാല്യൂബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ
നമ്മളിപ്പോൾ ഒരു സഹോദരനെ കിട്ടുക, ഒരു സഹോദരി ഉണ്ടാവുക, അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് ഉണ്ടാക്കിയെടുത്തല്ല, അത് ഉണ്ടാകുന്ന സംഭവമാണ്. അതിലെപ്പോഴും നമുക്ക് ഹൃദയത്തിനകത്തൊരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ എപ്പോഴും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ള പാഠം. അങ്ങനെ എനിക്ക് കിട്ടിയ രണ്ടാൾക്കാരാണ് ഇവര്. അതിൽ എപ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിനകത്ത്. ആരെന്ത് സംസാരിച്ചെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അതിപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് കാര്യങ്ങളൊന്നുമല്ല. അതിനപ്പുറത്തേക്ക് നമുക്ക് കിട്ടിയ വാല്യൂബിൾ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഞാനത് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി. ബിഗ് ബോസ് ഒന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇല്ലാത്ത സമയത്ത് എൻ്റെ ഒരു ബോട്ടിൽ പിടിച്ചുകൊണ്ട് പൊക്കി നടന്നുള്ള ആളാണ്. എനിക്ക് ഓരോ മെഡിസിൻ ഉണ്ടാകുന്ന സമയത്ത് ആ മെഡിസിൻ പൊട്ടി പിടിച്ചിട്ടുണ്ട്. ചേട്ടാ ഇത് കഴിച്ചു, ഇത് കഴിക്കുന്ന നടന്നുള്ള ആളാണ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. കാരണം പല ഫുട്ടേജും ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും. ആ ഒരു ജേർണിയിൽ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ള ഫുട്ടേജിന് അപ്പുറത്തേക്ക് മറ്റു പല കാര്യങ്ങളും ഉണ്ടാവും. അതിപ്പോ എന്താ പറയണ്ടത്, അത് നമുക്ക് ഒരു എപ്പോഴും എല്ലാം കാണിക്കാൻ പറ്റുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ സംഭവിക്കില്ല. അപ്പൊ നമുക്ക് ഞങ്ങൾക്കറിയാമല്ലോ എന്താണ് സംഭവം എന്നുള്ളത്, ഞങ്ങൾക്കുള്ളിൽ അറിയാമല്ലോ. അപ്പോൾ അതിൽ സോ ഹാപ്പി. അനീതി ഒന്ന് പാടുന്ന പാട് പാടിക്കോ. ആ ഞാൻ കൂടെ പാടിക്കോ. പിന്നെ പാടറിയോ? പാടില്ല. പാട്ട് അപ്പൊ ഒരു ഫോട്ടോ നടക്കട്ടെ അല്ല ഒന്നുകൂടി നിങ്ങൾ വിജയം കിട്ടും. ആ നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാം. ഓക്കെ ശരി, താങ്ക് യു. മറ്റേ അളിനൊക്കെ എന്തേ അവര് പിറകിലത്തെ വണ്ടി ഉണ്ടോ? അളിനും പെങ്ങളൊക്കെ വിശാൽ അളിനും പെങ്ങളൊക്കെ ഉണ്ടോ? എടാ അവരെന്താ അമ്മയൊക്കെ? അവര് വേറെ വണ്ടിയില്ല. ബാക്കിലുണ്ടോ? അവരുണ്ട് സിജോബ്രൊക്കെ അവരെല്ലാം ഫ്രണ്ടേ ഉണ്ട്. അപ്പോ അവരവിടെ ഒരു മിനിറ്റ് അപ്പൊ ഇനി ചാനലൊക്കെ ആക്കി വെക്കുമല്ലേ പഴയ പോലെ? ആ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞില്ല, എനിക്ക് നമുക്ക് ഫിനാലൊക്കെ നമുക്ക് തിരിച്ചു പോകണ്ടേ. അങ്ങനെ തിരിച്ചു പോയിട്ട് വന്നിട്ട് ശേഷം നമുക്ക് അപ്പോഴുള്ള ജോലിയില്ല ബ്രോ. നമ്മള് സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ പോലെ തന്നെ ഞാൻ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ബിഗ് ബോസിൽ ചെന്നതിന് ശേഷം നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങളൊക്കെ പുതിയതായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്യും ഉറപ്പായിട്ടും. പിന്നെ എൻ്റെ ഹെൽത്ത് ഓക്കെ ആക്കി എടുക്കണം. എനിക്ക് ഏകദേശം ഒരു 12.5 കിലോ എനിക്ക് ലോസ് ആയിട്ടുണ്ട്. അപ്പം എനിക്ക് എൻ്റെ ബോഡി വെയിറ്റ് നോക്കി ആക്കി എടുക്കണം. അപ്പം അതിന് കുറച്ച് എനിക്ക് ഇത്ര നാൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു വർക്കൗട്ടിനും കാര്യങ്ങൾക്കും ഒക്കെ, ഫുഡിനകത്തും ഒക്കെ. ഇപ്പോൾ അടുത്ത വീക്കിലൂടെ ഒരു ചെക്കപ്പ് കൂടെ ഉണ്ട്. അവരിപ്പോ വരും. ഞാൻ കയറുവാണ്. സിജോയും ഓടിക്കണോ? ആര് അൻസിഫല്ലേ? കട്ടിയതില്ല. ഞാൻ ഈ ക്യാമറ തൽക്കാലം ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ സംഭവത്തെ പറ്റി. ഞാൻ എന്തിനാണ് എന്താ പറയാ, ഞാൻ ഇനി പരാതിപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അതിന്റെ ബേസിൽ ഇനി ആലോചിച്ചിട്ടോ ചർച്ച ചെയ്തിട്ടോ പ്രത്യേകിച്ച് എനിക്കൊരു ഗുണമില്ല. ഗുണമില്ലാത്ത കാര്യം അല്ലെങ്കിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യത്തെപ്പറ്റി ഞാൻ എന്തിനാണ് ഈ മീറ്റിംഗ് എന്തിനാണ് സംസാരിക്കുന്നത്? അതില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓഗസ്റ്റ് 5-ാം തീയതി എനിക്ക് ഇനി അടുത്ത എൻ്റെ ഒരു ചെറിയ ഓപ്പറേഷൻ കൂടെ ഉണ്ട്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ജേർണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അങ്ങനൊരു
സംഭവത്തിൽ ഞാൻ എന്തിനാണ് വീണ്ടും അതിനെപ്പറ്റി എന്തിനാണ് ഞാൻ ഒരു മീറ്റിംഗ് വെച്ച് ബാക്ക് എടുക്കാൻ പറ്റുമോ? കൊണ്ടുപോകാൻ താങ്കൾക്ക് ആഗ്രഹം എന്തോ അല്ലാതെ ഫ്രണ്ട് എടുക്കില്ല, ഇത് കഴിയാതെ എങ്ങനെ ഞാൻ എനിക്ക് വ്യക്തമായിട്ടുള്ള മറുപടി ഉണ്ട്. നമുക്ക് ഒരു അവസരത്തിൽ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. കാരണം ഞാനൊരു അറ്റയും മൂലവും മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. സംസാരിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണ്ട. ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഉറപ്പായിട്ട് അതിനെ പറ്റി സംസാരിക്കാം. നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും എനിക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടാവും. അത് നമുക്കൊരു അവസരത്തിൽ കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കാം. കാരണം ഞാനിപ്പോൾ ഒരു ചെറിയ ഭാഗം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനിയിൽ ടൈറ്റിൽ അതൊരു രാഷ്ട്രം എനിക്ക് പണിയാവും. അതുകൊണ്ട് അങ്ങനെ വെക്കരുത്. നമുക്ക് ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റി സംസാരിക്കാം. കുറെ കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് ഉറപ്പായിട്ട് അതിനെ പറ്റി സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, താങ്ക് യു സർ. ഓ താങ്ക് യു സോ മച്ച്. കാണാം എല്ലാവർക്കും കേട്ടോ. പോയിക്കോട്ടെ. പോകട്ടെ. അമ്മ മുഷാന വന്നില്ലേ? നിങ്ങളോ? പുറയില് വരാം. നീ വരുമല്ലോ. അമ്മ അൻസിഫെന്തേ എവിടെ? ഞാനാണോ ഓടിക്കുന്നത്? ശരിയാ. ഞാൻ വിശാലിന്റെ ഒപ്പം എന്റെ നിന്റെ അപ്പനെ കൊല്ലും. നിന്റെ അപ്പനെ എനിക്ക് പറഞ്ഞാൽ അറിയാം. വന്നിറങ്ങിയപ്പോ ലൈവ് ഓഫായി, വന്നിറങ്ങിയപ്പം ഈ സാധനം ഓഫായി. സെയിം ആകുമ്പോൾ എന്റെ സംഭവത്തിൽ ഷെയർ ഇത് എന്ത് ചെയ്യണ്ട, ഇനി എന്ത് ചെയ്യണ്ടത്? പിന്നെ എനിക്കറിയില്ല. അൽസിഫെ ലൈവിന്റെ ബാക്കി എങ്ങനെയാ? ലൈവിന്റെ ക്യാമറ ഓഫ് ചെയ്തു. ഇങ്ങനെ ഇവിടെ കട്ട് ചെയ്ത് വിടും. എന്റെ സ്ക്രീൻ കൊടുക്കുക എന്റെ വീഡിയോ. ആ